670 2017 BRV 7 സീറ്റർ വണ്ടി എടുക്കാം അല്ലേ? 1140 കൊടുക്കാം. അതും പെട്രോള് മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ, അതായത് AMT ഗിയർ ബോക്സ് വരുന്ന നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമുക്ക് കിലോമീറ്റർ ഒക്കെയോ? ഇത് നമുക്ക് സിറ്റി വരുന്നത് 2023 മോഡലാണ്. 23 മോഡല് ഏറ്റവും ഫുൾ 30,000 ഓടി വണ്ടി. അത്ര ഓടിയുള്ളൂ? കൊള്ളാലോ. ഇത് നമുക്ക് 1340. 1340. രണ്ടും ഒരേ വിലക്ക് കൊടുക്കാം അല്ലേ? ഇത് 12. ഇത് 990. 990 കൊടുക്കാം. 990 കൊടുക്കാം. ഇത് പിന്നെ ഇറങ്ങിയപ്പോ ഒരു 10-20 ലക്ഷം രൂപ 20ന്റെ മുകൾക്ക് പ്രൈസ് വരുന്നുണ്ട്. മോഡൽ കൂടിയ ഓൾമോസ്റ്റ് പുത്തൻ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ചധികം വണ്ടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എസ് ഗ്യാരേജിൽ കുറച്ചധികം വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ മുണ്ടോറമ്പ് കാവുങ്ങൽ ബൈപ്പാസിലാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ പുതിയ വണ്ടി എടുക്കാനൊക്കെ ആലോചിക്കുന്നതാണെങ്കിൽ ഇതൊന്ന് പ്രിഫർ ചെയ്തോളൂ. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോയാൽ മതി. കാരണം നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ലക്ഷങ്ങളുടെ ഡിപ്രിസിയേഷനിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഉള്ളത്. എല്ലാം അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ്, ലോ കിലോമീറ്ററാണ്, പിന്നെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കിടിലൻ വണ്ടികളാണ് കേട്ടോ. ജസ്റ്റ് വരിക, വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി. മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ മാക്സിമം വില കുറച്ച് ഇവർ തരും. പക്ഷേ നിങ്ങൾ മാക്സിമം ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലരും ഇങ്ങനൊരു ഷോറൂമുള്ളതും ഇവിടെ ഇത്രയും വണ്ടികളുള്ളതും ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ മാക്സിമം വില കുറച്ചിട്ട് ലോണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നല്ല പുതുപുത്തൻ കിടിലൻ ക്വാളിറ്റിയുള്ള വണ്ടികൾ കുറേ എണ്ണം കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തന്നെ നമ്മുടെ എസ് ഗ്യാരേജിലാണ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല അടിപൊളി വണ്ടികളാണ്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഴയായിരുന്നു, മഴയുടെ ഗ്യാപ്പ് നോക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഷമീർ ബ്രോ ആണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നത്. ഷമീർ ബ്രോ, മാസ്റ്ററിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഒരു കാര്യം ഇവിടെ ഫസ്റ്റ് തന്നെ, എന്താ നിലവിൽ വണ്ടികളുടെ ഒരു അവസ്ഥ? വണ്ടികൾ വെച്ചാൽ നമ്മുടെ അടുത്ത് കൂടുതലും മോഡൽ കൂടിയ വണ്ടികളാണ്, ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ക്വാളിറ്റി വണ്ടികളാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ധൈര്യം കൊടുത്തുവിടാം. ധൈര്യമായിട്ട് കൊടുക്കാം. അതെ, അപ്പൊ അങ്ങനെ തരാൻ പറ്റുന്ന കുറച്ച് വണ്ടികളാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ അല്ലേ? അതെ അതെ. ആദ്യത്തെ വണ്ടി നമുക്ക് അമേസ് തുടങ്ങിയാലോ? അമേസ് ഏതാ മോഡല്? അമേസ് 2015 വണ്ടിയാണ്. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് VX. പക്ഷെ 15 പക്ഷേ കിടിലൻ ക്വാളിറ്റി ആണല്ലോ. കിടിലൻ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെറും 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? അതൊക്കെ ജെനുവിൻ ആയിരിക്കോ? ജെനുവിൻ കിലോമീറ്ററാ. അതെ അല്ലേ? ആ ഒരു ക്വാളിറ്റി വണ്ടി കാണാനുണ്ട് അല്ലേ? സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് CVT അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക് CVT അല്ല, AT ഗിയർ ബോക്സ് അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് 420. 420. ഒട്ടും കൂടുതൽ ഞാൻ പറയില്ല, കാരണം ക്വാളിറ്റി. പിന്നെ ഓട്ടോമാറ്റിക്കും അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. അതെ, അത്യാവശ്യം കൊള്ളാവുന്ന നല്ല അടിപൊളി ഒരു വണ്ടി. അത് അലവിലുണ്ട്, 4 ടയർ പുത്തൻ ടയർ. പിന്നെ ബ്രോ, നമ്മളെ ഫുൾ കുറെ വണ്ടികളുള്ളതുകൊണ്ട് നമുക്ക് ഓടിച്ച് പറഞ്ഞു വിടാം. ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കൂലേ? എല്ലാ ഡീറ്റെയിൽസ് നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഫുൾ ഒന്ന് അയച്ചു കൊടുക്കാം. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ കയറില്ലേ? മാക്സിമം ലോൺ അവൈലബിൾ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ സുഖമായിട്ട് 4 രൂപ കയറുമോ? 4 രൂപ കയറിയില്ലെങ്കിൽ 3.5 മേലെ കയറും വരെ നമുക്ക് ലോൺ ചെയ്ത് പ്രൊഫൈൽ അനുസരിച്ച് എന്തായാലും പ്രൊഫൈൽ അനുസരിച്ച്. അടിപൊളി. അടുത്തതായിട്ട് ഇതാ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു BRV എടുക്കുന്നുണ്ട് അല്ലേ? BRV വരുന്നത് 2017 മോഡലാണ്. ഇത് ഡീസൽ പെട്രോളോ? പെട്രോൾ മാനുവൽ ആണ്. എസ് വേരിയന്റ് ആണ്. എസ് ആണ് അല്ലേ? മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ അലവിലൊക്കെ ഫുൾ ഓപ്ഷന്റെ വീല് വരുന്ന അലവിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഹോണ്ടയിൽ നല്ല അടിപൊളി ഒരു ക്യൂട്ട് വണ്ടിയല്ലേ ഇത്? അതെ അതെ അതെ. 7 സീറ്ററില്. അതെ, അത്യാവശ്യം ഫാമിലി യാത്ര. മോഡല് 2017 മോഡല്, എസ് വേരിയന്റ്, സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതൊരു ലോ കിലോമീറ്റർ തന്നെയല്ലേ? ജെനുവിൻ കിലോമീറ്റർ. അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. പിന്നെ റീപ്ലേസ് മേജർ ഒന്നുമില്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. നമുക്ക് എന്താ പ്രൈസ്? ഇത് 670. 2017 BRV 7 സീറ്റർ വണ്ടി എടുക്കാം അല്ലേ? അത് നല്ല ക്വാളിറ്റി. എന്തെങ്കിലും മാറ്റൊക്കെ വരുത്തി തരാം. പിന്നെ പറയേണ്ട കാര്യം, നമ്മുടെ ആൾക്കാർ വീഡിയോ കണ്ടുവരുന്നവർക്ക് കുറച്ച് കൊടുത്താൽ. ഓക്കെ, എന്തായാലും കൊള്ളാട്ടോ, നല്ല നീറ്റ് വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി സെൽറ്റോസ് ഉണ്ടല്ലോ. സെൽറ്റോസ് 2021 മോഡലാണ്. 21 HDX ആണ് വേരിയന്റ്. മാനുവൽ പെട്രോൾ. ഫുള്ളിന്റെ താഴെയായിട്ട് വരും. അതെ, ഫുൾ ഓപ്ഷന്റെ താഴെയായിട്ട് വരും. മാനുവൽ പെട്രോൾ. കിലോമീറ്റർ ആണോ? വെറും 19,000 കിലോമീറ്റർ ഓടി. കേൾക്കുമ്പോഴേ അറിയാം. പെട്രോൾ ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്കൊക്കെ പ്രിഫർ ചെയ്യാം അല്ലേ? തീർച്ചയായും. നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ട് കൊടുത്തൂടെ? തീർച്ചയായും കൊടുക്കാം. സൺറൂഫ് ഉൾപ്പെടെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, ലെതർ സീറ്റ് ഒക്കെ വരുന്ന വണ്ടിയാ. 21 മോഡലാന്ന് പറഞ്ഞു. HDX ആണ്. 19,000 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. എന്താ വില? ഇത് നമുക്ക് 1140 കൊടുക്കാം. അതും പെട്രോള് മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പുതിയ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ അധികം ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു വണ്ടിയാ അല്ലേ? അതെ അതെ. പിന്നെ റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാ. അടിപൊളി. അതുപോലെ തന്നെ ഈ ബ്രസ് ആണെങ്കിലോ? ബ്രസ് നമുക്ക് 2019 ആണ് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക്. ZDI പ്ലസ്. അടിപൊളി.
അതായത് AMT ഗിയർ ബോക്സ് വരുന്ന നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമുക്ക് കിലോമീറ്റർ ഒക്കെയോ? ഇത് 88,000 ഓടിയുണ്ട്. വലിയൊരു ഓട്ടം ഒന്നും പറയാനില്ല, ഓട്ടോമാറ്റിക് ഡീസൽ ആകുമ്പോൾ. അതെ, പക്ഷേ കിലോമീറ്റർ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഒക്കെ ഉള്ള വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, ഒരു സ്ക്രാച്ചസ് പോലും ഇല്ല. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 920. 920 അല്ലേ? ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് വില വരുന്നത്. അതെ അതെ. 920 നെഗോഷ്യബിൾ ആവില്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ നെഗോഷ്യബിൾ ആണ് പ്രൈസിൽ. ബട്ടൺ ഷോട്ട് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഓക്കെ, ഒന്നും നോക്കണ്ട. അപ്പോൾ അതായത് ബ്രഷ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മോഡൽ കൂടിയ ക്വാളിറ്റി ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ ഇത് നോക്കിക്കോട്ടെ അല്ലേ? പ്രിഫർ ചെയ്യുന്നു. അടുത്തത് സോണറ്റ് ആണ്. സോണറ്റ് നമുക്ക് 2023 മോഡലാണ്. 23 ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. HTE പറഞ്ഞ വേരിയന്റ് ആണ്. HTE എന്ന് പറയുമ്പോൾ ഒരു ബേസ് മോഡലാണ് ആക്ച്വലി. പക്ഷേ നമുക്ക് ഇതിൽ ഫിറ്റിംഗ്സ് ഒക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. നല്ല ഇന്റീരിയർ. ഇപ്പൊ E+ എന്ന് പറയുന്ന പോലെ സ്റ്റിയറിംഗ് കൺട്രോൾ ഉൾപ്പെടെ എല്ലാം അല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? അലവിലും ബാക്കിയുള്ള കുറച്ച് അതില് നല്ല പിന്നെ ഫോഗ് ലാമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റൂഫ് റെയില്. കിലോമീറ്ററോ? കിലോമീറ്റർ 24,000 കിലോമീറ്റർ കൂടി ഉണ്ട്. 23 24,000 കിലോമീറ്റർ. അതും പെട്രോൾ ആണ്, മാനുവൽ ആണ്? മാനുവൽ ആണ്. ഓക്കെ, റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. സർവീസ് ഒക്കെ കറക്റ്റ് ആണ്. ഇപ്പൊ നിയറസ്റ്റ് ഒരു 1 മന്ത് ആയിട്ടുള്ള സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട്. റേറ്റോ? പ്രൈസ് വരുന്നത് 720. 720 കൊടുക്കാം. അടിപൊളി. 7,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകും. ശരിക്കും പറഞ്ഞാല് ഒരു 23 സ്വിഫ്റ്റിന്റെ വിലയല്ലേ ആയുള്ളത്? അതെ അതെ. അല്ലേ? ബേസ് മോഡലാണ്. ഇതിൽ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. നല്ല സീറ്റ് കവർ, സ്റ്റീരിയോ, എല്ലാ സാധനം ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ ബട്ടണും അതൊന്നും ഇല്ല. അതേ ഒന്നുള്ളൂ. 7,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് ഫുൾ ലോണിൽ എടുത്തോണ്ട് പോകാം അല്ലേ? ഫുൾ ലോൺ. അത്യാവശ്യം ട്രാക്കിംഗ് ഫുൾ ലോൺ. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ കയറും അല്ലേ? അതുപോലെ തന്നെ ഈ സിറ്റി ആണെങ്കിലോ? സിറ്റി ആണെങ്കിൽ 2018 ആണ്. ZX ഓട്ടോമാറ്റിക് CVT വരുന്നത്. തിളങ്ങുന്നുണ്ടല്ലോ. തിളങ്ങുന്നുണ്ടല്ലോ. ZX നല്ല കളറാണ്. ZX എന്ന് പറയുമ്പോൾ 10 ഫുൾ ഓപ്ഷൻ വണ്ടി. 10 എയർ ബാഗ് വരും അല്ലേ? 6 എയർ ബാഗ്. മോഡൽ ഏതാ പറഞ്ഞാൽ? 18 മോഡൽ. 18 10 എയർ ബാഗ് ഉണ്ടാവുമല്ലോ. ഞാൻ അറിയുന്നത് ഇപ്പൊ അറിയില്ല കേട്ടോ. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 89,000 കിലോമീറ്റർ ഓടിയുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഒരു എന്താ പറയാ, പോളിഷ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന സാധനം അല്ലേ? അതെ അതെ. അത് ഈ കളറിന്റെ ഒരു പ്രത്യേകത. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. എന്താ വില? ഇത് 8,90,000. 8,90,000 രൂപ. അതായത് ZX വേരിയന്റ് ആണെന്ന് ആലോചിക്കണം. അതും 18 മോഡൽ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 8,90,000 നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? അർബൻ ക്രൂയിസർ 2021 മോഡൽ. 21 പ്രീമിയം, ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. പ്രീമിയം ആണ് അല്ലേ? അലവില് കാര്യങ്ങളെല്ലാം ഡുവൽ ടോൺ ആണ്. എല്ലാം വരും അല്ലേ? എല്ലാം വരും. ഡുവൽ ടോൺ ആണ്. ബ്ലാക്കും ബ്ലൂ ആയിട്ട്. കിലോമീറ്റർ വരുന്ന 51,000 കിലോമീറ്റർ ഓടി ഉണ്ട്. 51 ഓടിയിട്ടുള്ളൂ അല്ലേ? മോശമൊന്നുമില്ലല്ലോ. നല്ല നീറ്റ് വണ്ടിയാണല്ലോ. നല്ല നീറ്റ് വണ്ടിയാ. പ്രൈസ് ഇത് നമുക്ക് 8,10. 8,10,000 രൂപ. 10,000 രൂപ കൊടുക്കും. അടിപൊളി കേട്ടോ. ആലോചിക്കണം, 2021 വണ്ടിയാണ്. 21 വണ്ടി. 8,10 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എന്തെങ്കിലും കുറയും ചെയ്യൂല? പ്രൈസിൽ എന്തെങ്കിലും. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ബ്രസയുടെ സെയിം സാധനം തന്നെ അത് ടൊയോട്ടയ്ക്ക് വന്ന അർബൻ ക്രൂയിസർ. പെട്രോൾ മാനുവൽ ആണ്. അതെ അതെ. അപാകമൊന്നുമില്ലല്ലോ? അപാകതകളൊന്നുമില്ല. ഓക്കെ, എന്തായാലും ആർക്കെങ്കിലും വേണം നോക്കി. ഇതൊക്കെ നല്ല ക്ലീൻ പീസ് സാധനമാണ്. അതുപോലെ തന്നെ ഒരു പുതുപുത്തൻ സിറ്റി ഉണ്ടല്ലോ. ഇത് നമുക്ക് സിറ്റി വരുന്നത് 2023 മോഡലാണ്. 23 മോഡല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ZX തന്നെ. ZX. ഓക്കെ, നല്ല ഓട്ടോമാറ്റിക്. ഈ ഒരു തേർഡ് ഫേസ് വന്ന വണ്ടി അല്ലേ? അതെ അതെ. ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക് CVT. കിലോമീറ്ററോ? കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? മോഡൽ ഏതാ? 2023 മോഡൽ. അഡാസ് ഒക്കെ വരുന്നു. 23 അഡാസ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ? കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് പുതിയൊരു 10-20 ലക്ഷം രൂപ വിലയില്ലേ? 19 രൂപ റേഞ്ചിൽ വിലയുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ വില എത്രയാ? നമുക്ക് 13,40. 13,40 2023 വണ്ടിയാന്ന് ആലോചിക്കണം അല്ലേ? അതും ക്വാളിറ്റി ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2028 വരെ വാറന്റി ഉണ്ട് കേട്ടോ. ഷോറൂം വാറന്റി. എന്ത് പേടിക്കാനല്ലേ? ഓടിച്ചൊന്നും പോയാൽ മതി. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും വേണേ ഇത് നോക്കിക്കോട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രെറ്റ ഉണ്ടല്ലോ. ക്രെറ്റ 2023 മോഡലാണ്. 23 പെട്രോൾ മാനുവൽ SX. പെട്രോൾ മാനുവൽ SX. ഓക്കെ, ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ വരും അല്ലേ? അതെ അതെ അതെ. സൺറൂഫ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. സീറ്റ് വെന്റിലേഷൻ ഇല്ല തോന്നുന്നു. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ആ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇത് കിലോമീറ്റർ 30,000 ഓടി വണ്ടി. അത്ര ഓടിയുള്ളൂ. കൊള്ളാലോ. പെട്രോൾ മാനുവൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം മോശമല്ല. 10-15-12 മൈലേജ് കിട്ടും. എന്താ വില? ഇത് 12,90,000. 12,90,000 രൂപയ്ക്ക് 2023. ഓക്കെ, അത് SX ആണ് ആലോചിക്കണം. 12,90,000 23 വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇത് അൽക്കാസർ അല്ലേ? അൽക്കസാർ ആണ്. ഇത് മോഡൽ ഏതാ? ഇത് 2023 മോഡൽ തന്നെ. ബ്ലാക്ക് കളറിൽ നമ്മള് പ്രസ്റ്റീജ് പറഞ്ഞ വേരിയന്റ് വരുന്ന. പ്രസ്റ്റീജ് ഓപ്ഷനില്
ഫുള്ളിന്റെ താഴെ വരും അല്ലേ? അതെ അതെ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഇതിപ്പോ മുമ്പൊന്ന് നോക്കുമ്പോൾ രണ്ടും ഒരേ സാധനമാണ്, കൂടുതലുണ്ടെന്നുള്ളൂ. 7 സീറ്റർ ആവും. 7 സീറ്റർ ആവും. ഇത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇല്ലേ? ഇത് അവിടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ലെതർ സീറ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ ചെറിയ മാറ്റങ്ങളൊന്നും അതെ, ഫുള്ളിന്റെ തൊട്ട് താഴെയായിട്ട് വരും. അതെ അതെ, മോശമൊന്നുമില്ല കേട്ടോ. ഇത് അപാകതയൊന്നുമില്ലല്ലോ? അപാകതകളൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടി. ഡീസലാ? ഡീസൽ അല്ല, പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 13,40. 13,40. രണ്ടും ഒരേ വിലക്ക് കൊടുക്കാം അല്ലേ? ഇത് 12,90 ആണ്. അല്ല, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതെ അതെ, അതായത് ഒന്നല്ലേ 7 സീറ്റർ അല്ലേ? 23 ക്രെറ്റയും അൽക്കാസറും. അതെ, പിന്നെ മോശമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഈ വിലക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? അപ്പിടുന്ന ഒരു പക്ഷേ കിട്ടൂല, കാരണം എല്ലായിടത്തും അവൈലബിൾ അല്ലല്ലോ. അവൈലബിൾ അല്ല. സാധനം അധികം അങ്ങനെ യൂസ് മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ല. ബ്ലാക്ക് കളർ ആകുമ്പോൾ ഒന്നും കൂടെ പിന്നെ പ്രത്യേകിച്ചും. അപ്പൊ ഇത് നിങ്ങൾ വേണമെങ്കിൽ നോക്കട്ടെ. മാക്സിമം ലോണും കയറില്ലേ? മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കാം. ഓക്കെ. അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു MG അല്ലേ? ആസ്റ്റർ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഷാർപ്പ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പെട്ടെന്ന് ഞാനിത് EV ആണല്ലോ കൂടുതൽ കാണാറുള്ളത്. ആസ്റ്റർ അങ്ങനെ കുറവാണ്, പക്ഷെ നല്ല അടിപൊളി വണ്ടിയല്ലേ? അടിപൊളി വണ്ടിയാ. ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള 21 മോഡലാ? 21 മോഡൽ. 21. ഇത് നമ്മള് പെട്ടെന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഷാർപ്പ്. CV ആയിട്ടൊക്കെ തോന്നുന്നു. CVT. പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് CVT വരുന്നതാണ്. CVT ആണ്. ഓക്കെ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കേട്ടോ. ക്വാളിറ്റി വണ്ടിയാ. സർവീസ് അപാകതയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണട്ടോ, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്നു. അതെ അതെ അതെ. 21 കിലോമീറ്റർ എത്ര പറഞ്ഞ? കിലോമീറ്റർ 40,000 ഓടി. 40,000 അല്ലേ? പെട്രോൾ മോശമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കും കൂടിയാണ്. എന്താ വില? ഇത് 9,90. 9,90 കൊടുക്കാം. 9,90 കൊടുക്കാം. ഇത് പിന്നെ ഇറങ്ങിയപ്പോ ഒരു 10-20 ലക്ഷം രൂപ 20ന്റെ മുകൾക്ക് പ്രൈസ് വരുന്നുണ്ട്. മുകളിൽ വിലയുണ്ട് അല്ലേ? ഓ ഓക്കെ. അപ്പൊ എന്തായാലും 20 മുകളിൽ വിലയുള്ള വണ്ടിയാണെങ്കിൽ നേർ പകുതി പൈസക്ക്. പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷത്തെ പഴക്കത്തിൽ എത്രങ്ങാനും ഡിപ്രീസിയേഷൻ വന്നു അല്ലേ? അതെ അതെ, MG-ലാവുമ്പോഴുള്ള ഒരു മാറ്റമാണത്. യൂസ് എടുക്കുമ്പോൾ ഒരു ഗുണമാണത്. ശരിക്കും വണ്ടി അനങ്ങിയിട്ടില്ലല്ലോ? ഇല്ലില്ല, വണ്ടി അനങ്ങിയിട്ടില്ല. ഒരു ഇന്റീരിയറിലാണെങ്കിൽ എക്സ്റ്റീരിയർ ഒരു അപാകതയും. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അടിപൊളിയാണ്. ഓക്കെ. എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോ. 9,90,000 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും വേണം നോക്കിയാൽ മാക്സിമം ലോണും കയറും. ആ പുറകിൽ ഒരു സിറ്റി കിടക്കണ്ടല്ലോ, ഇതിപ്പോ ഏതാ മോഡല്? പുറകിൽ സിറ്റി ആകുന്നത് 2016 മോഡൽ VX ആണ്, പെട്രോൾ മാനുവൽ. VX പെട്രോൾ മാനുവൽ. നമ്മുടെ ഇപ്രാവശ്യം ഡീസൽ ഇല്ലല്ലോ വണ്ടി? ഡീസല് കുറവാണ്. നമ്മൾ അത്രയും നല്ല വണ്ടികൾ കിട്ടുമ്പോൾ. അതെ. ഇത് സൺറൂഫ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. 16 മോഡലാണ്, പെട്രോൾ ആണ്, പിന്നെ VX ആണ്. കിലോമീറ്ററോ? മാനുവൽ കിലോമീറ്റർ വന്നിട്ട് 75,000 കിലോമീറ്റർ ഓടി. 74,000 ഓടി ഉണ്ട്. ഇല്ലില്ല. ഇത് നമുക്ക് 670 എന്തെങ്കിലും മാറ്റി വരുത്തി കൊടുക്കും. എന്തായാലും കുറയുമല്ലോ അല്ലേ? മാനുവൽ ആണ്. അതും 16 മോഡലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അതുപോലെ തന്നെ സെയിം സാധനം ഹോണ്ടയിലൊരു ജാസ് അല്ലേ? ജാസ് V ആണ്, ഓട്ടോമാറ്റിക് CVT. അതെ, അടിപൊളി. V ഓപ്ഷൻ ആട്ടോ, അതായത് ഫുള്ളിന്റെ താഴെ വരും. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. CNG കൂടെ ആഡ് ചെയ്തുണ്ട്. CNG ഉണ്ട്. ഓട്ടോമാറ്റിക്കലി CNG ഉണ്ടാകുമ്പോൾ ഒരു 10-22 കിലോമീറ്റർ മൈലേജ് CNG കിട്ടും. ഓക്കെ. മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. പിന്നെ പറയുമ്പോൾ ഈ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ്. എഞ്ചിൻ വൈസ് അല്ലേ? നല്ല കംപ്ലൈന്റ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഹോണ്ടന്റെ പെട്രോൾ കമ്പനി തന്നെ ചെയ്താണോ CNG? കമ്പനി അല്ല, RC-ൽ മാറിയിട്ടുണ്ട്, പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഇത് 2017 സെക്കൻഡ് ഓണർ വണ്ടി, 1 lakh ഓടി വണ്ടി. സർവീസ് ഒക്കെ എന്തായാലും 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുമല്ലോ. ഓക്കെ. എന്താ വില? ഇത് നമുക്ക് 490 ആണ്. 490 കൊടുക്കാം. 490 കൊടുക്കാം. അടിപൊളി. 490 അതും CNG ഉൾപ്പെടെ. 10,70,000 രൂപ ഇല്ല CNG-ക്ക്? CNG-ക്ക് 70 രൂപയോളം പ്രൈസ് വരും. നല്ല കമ്പനി വരുന്ന CNG ആണ്. എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ, ആർക്കെങ്കിലും വേണം നോക്കിക്കോ. അത്യാവശ്യം മൈലേജോട് കൂടിയിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ മിസ് ചെയ്യണ്ട. ഇവിടെ നമ്പർ വെച്ചിട്ടുണ്ട്, വിളിക്കുന്നവർക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കാം. എല്ലാ ഡീറ്റെയിൽസും അയച്ചു, ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്താൽ കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ സമയം കൊണ്ട് നമ്മൾ വലിയ വണ്ടികൾ കാണിക്കുന്നു അല്ലേ? കുറച്ച് ചെറിയ വണ്ടികൾ പക്ക ചെറിയ വണ്ടികൾ. ഓക്കെ. അപ്പോൾ എന്തായാലും ഐട്ടൺ ഏതാ മോഡല്? ഐട്ടൺ 2016 സ്പോർട്സ് ആണ്, പെട്രോൾ ആണ്, മാനുവൽ എല്ലാം പെട്രോൾ ആണ്. പെട്രോൾ ആകുമ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ അല്ലേ? 16 സ്പോർട്സ് കിലോമീറ്ററോ? 44,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും. എന്താ വില?
വില ഇത് നമുക്ക് 360 360 കൊടുക്കാം. 16 വണ്ടി അല്ലേ? 16 വണ്ടി. ഓക്കെ, നിങ്ങൾ വരിക, വന്നിട്ട് ചെക്ക് ചെയ്യുക. വണ്ടിന്റെ ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ്. ഇന്ത്യയുടെ ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. എല്ലാം അയച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നല്ല കിടിലം 3 പോളോ കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടി റെഡ് വണ്ടി, ഇതേതാ മോഡല്? ഇത് നമ്മുടെ പോളോ GT ആണ്, 2018 GT ഓട്ടോമാറ്റിക് അല്ലേ? GT ഓട്ടോമാറ്റിക്. ഇത് 18 ആകുമ്പോൾ 1.5 ഓട്ടോമാറ്റിക് വരില്ലേ? അല്ല, 1.2 ഓട്ടോമാറ്റിക് DSG വരുന്നത് അല്ലേ? ഓക്കെ, 20 മുതൽ പിന്നെ ടോർക്ക് കൺവേർട്ടർ ആവും അല്ലേ? എന്തായാലും DSG ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അടിപൊളി സാധനമാണ്. ഇത് കിലോമീറ്ററൊക്കെയോ? കിലോമീറ്റർ 1 lakh ഓടിയ വണ്ടി, സെക്കൻഡ് ഓണർ. സർവീസ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള അത്യാവശ്യം മൈലേജ് സാധനം കയ്യിലുള്ളവന് ഓടിച്ചു പോകും. അത്രയും കംഫർട്ടാണ്. പിന്നെ കിലോമീറ്റർ 1 lakh, കിലോമീറ്റർ 1 lakh ആണ്. സർവീസ് ഒക്കെ ഉണ്ട്. ഐശ്വര്യ പക്കയല്ലേ? ഐശ്വര്യൊക്കെ പക്കയാണ്. ടയർ വാങ്ങലും എല്ലാം പക്കയല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എന്താ റേറ്റ് വരുന്നത്? 740. 740. അന്നും ഇന്നും വില കുറയാത്തൊരു സാധനം. അതെ അതെ, മാർക്കറ്റുള്ള കളർ. അത് ഓട്ടോമാറ്റിക്കും കൂടി ആയതുകൊണ്ടാണ്. അതെ, DSCക്ക് പ്രത്യേകിച്ചു. ഓക്കെ, 7,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഈ റെഡ് ആണെങ്കിലോ? ഇതൊരു 15 മോഡൽ ഡീസൽ ആണ്. 1.5 ഡീസൽ വരുന്ന വണ്ടി. 1.5 ഡീസൽ. ശരിക്കും പറഞ്ഞാൽ ആ GT-ന്റെ സെയിം പവർ പെർഫോമൻസ് ഒക്കെ ഉള്ള സാധനമാണ്. ഇത് നോർമലി ഈ 1.5 ലേശം കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ വണ്ടി സ്ഥിതി എന്താ? ഇപ്പൊ ഈ വണ്ടി വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ 160 ഓടിയ വണ്ടി. പക്ക ഹിസ്റ്ററി ഉണ്ടോ? പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു സർവീസ് കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. മേജറൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഇല്ല. 1.5 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഐലൈൻ അല്ലേ? ഐലൈന് സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, എന്താ നമുക്ക് വില? ഇത് 430 ആണ്. നെഗോഷ്യബിൾ ആവും. എന്തെങ്കിലും മാറ്റം വരുത്തും. ഓക്കെ, 4,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അത് KL12 വയനാട് വണ്ടിയാണല്ലോ. അതെ അതെ. അടുത്തതും ഒരു പോളോ തന്നെയാണ്. പോളോ 19 മോഡല്, ഹൈലൈൻ പ്ലസ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ മാനുവൽ പെട്രോൾ. 1 ലിറ്റർ വരുന്ന വണ്ടി. 1 ലിറ്റർ ആണ്. മൈലേജ് ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. അതെ 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 അതെ. പിന്നെ കിലോമീറ്ററോ? കിലോമീറ്റർ 1,04,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ 1 ലിറ്ററും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവാണ്. ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എന്താ വില? ഇത് പ്രൈസ് വരുന്നത് നമുക്ക് 540. 540. 19 1 ലിറ്റർ ആണ് അല്ലേ? ഓക്കെ, അതും ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ്. ഈ പറഞ്ഞ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 40% 90% ലോൺ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ലോണൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുമല്ലോ അല്ലേ? നല്ല പ്രൊഫൈലും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ? ബലേനോ ന്യൂ ഷേപ്പ് ഏതാ? ബലേനോ 22 മോഡലാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 22 ഒന്നോടി അത്യാവശ്യം ഓടിച്ചിട്ടുണ്ടല്ലോ. അത്യാവശ്യം മൈലേജും ഉണ്ടാവും. 1.2 അല്ലേ? മാനുവൽ. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ അൽഫ അല്ലേ? അതായത് എല്ലാവിധ ഫീച്ചേഴ്സും. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് 690. 6,90,000 രൂപ. 22 പറഞ്ഞേ? 22 മോഡൽ. 22 1 lakh ഓടി കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ടല്ലോ? സർവീസ് ഒക്കെ ഉള്ള വണ്ടി. അപ്പൊ അതൊന്നുമില്ല, അപാകതകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. പിന്നെ 6,90,000 അല്ലേ പറഞ്ഞേ? 6,90,000. നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ആർക്കെങ്കിലും വേണേ നോക്കിക്കോട്ടെ. അത് നല്ല ചെറിയ റീപ്ലേസ് ഉണ്ട്. ഒരു ഡോറ് മാറി, ഡോറിന്റെ ഗ്ലാസ് ഒന്നുമില്ല, ഡോർ സ്കിന്ന് മാത്രം അല്ലേ മാറിയത്. അല്ല, ഈ പറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഓടുമ്പോ എന്തെങ്കിലും ചെറിയൊരു ക്ലെയിം ചെയ്താണ് ഷോറൂമിൽ തന്നെയാണ് ഹിസ്റ്ററി ഉള്ളത്. ശരി, വേറെ മേജർ ഒന്നും ഇല്ല? മേജർ ഒന്നും ആയിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ പഴയ ഷേപ്പോ? പഴയ ഷേപ്പ് ബലേനോ ഡീസലാണ്, 18 മോഡല്. 18 ഡീസലാണ്. ഇത് വേരിയന്റ് സീറ്റ ആണ് അല്ലേ? സീറ്റ ഡീസൽ. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും? ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. ഓക്കെ, ഡീസലില് അത്യാവശ്യം ഒരു 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന. കിലോമീറ്റർ അപ്പൊ? കിലോമീറ്റർ 95,000 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. അത്ര ഓടിയിട്ടുള്ളൂ? അപേക്ഷിച്ച് കുറവാണല്ലോ അല്ലേ? അതെ അതെ അതെ. മൈലേജ് ഒക്കെ അപേക്ഷിച്ച് നല്ല കുറവാ. നല്ല കുറവാ. ഇത് പിന്നെ അപാകതൊന്നും ഇല്ലല്ലോ? അപാകതകളൊന്നുമില്ല. റീപ്ലേസ് നമുക്ക് എന്താ വില? കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇത് 660. 660. ഓക്കെ, എന്തെങ്കിലും കുറേ ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് കുറച്ച് കൊടുക്കാം. വരിക, വന്നിട്ട് സംസാരിക്കാം, മാക്സിമം നെഗോഷ്യബിൾ ആയി കൊടുക്കാം അല്ലേ? കൊടുക്കാം. ഓക്കെ, ഒരു ഇന്നോവ ടൈപ്പ് 3 കാണിച്ചു കൊടുത്താലോ? ഏതാ മോഡല്? ഇത് 2012 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. കേരള വണ്ടിയാ. അടിപൊളി. G4 12 മോഡൽ G4 ആണ്. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ ഷേപ്പ് ടൈപ്പ് 3 അല്ലേ? അതെ അതെ അതെ. കിലോമീറ്ററോ? ഇത് 180 ഓടിയ കറക്റ്റാ? പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. അടിപൊളി ഷോറൂം സർവീസ്. അലോകണം 12 ഇറങ്ങി അതേ കണ്ടീഷനിൽ ഒരു അപാകത ഇല്ലാത്ത വണ്ടി. ഒരു അപാകതയില്ല. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് അതിന്റെ ഡിക്കി ഒന്ന് മാറിയിട്ടുണ്ട്. സ്കിന്ന് മാത്രം? ഡിക്കി ഷോറൂം തന്നെ. വേറെ മേജർ ഒന്നുമില്ല. ഡിക്കിന്റെ ഡോർ മാത്രം മാറി. ശരി, എന്താ വില? ഇത് 780. 780. ആലോചിക്കണം, ഒറിജിനൽ കേരള ആയതുകൊണ്ട്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിപ്പോ റീവണ്ടി ആണെങ്കിൽ പോലും ഒരു 6 രൂപയുടെ അടുത്ത് വില വരില്ല അല്ലേ? വരും. അപ്പൊ ഇത് ഒറിജിനൽ കേരള ആകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ അതെ. ഈ കിലോമീറ്റർ ഒക്കെ പക്കയായിട്ട് പറയാലോ അല്ലേ? സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാ. ഓരോ 10 സർവീസ് ഉള്ള വണ്ടി. ഇതൊക്കെ ഒരു 4 ലക്ഷം രൂപയ്ക്ക് ലോൺ പ്രതീക്ഷ. ബാക്കി കാശ് ഉണ്ടെങ്കിൽ ഒരു വർഷಕ್ಕೆ ലോൺ ഉണ്ടാവുള്ളൂ. 12 ആയതുകൊണ്ട് പരമാവധി എടുക്കാതിരിക്കുക. ലോണിന്റെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണില്ല. അതെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല പൈസ വരും അടവൊക്കെ. ഒരു ലാഭം ഇല്ലാണ്ട് ഇപ്പൊ വണ്ടി എടുത്തത്.
അപ്പോൾ ഇങ്ങനത്തെ പഴയ മോഡൽ വണ്ടികൾ മാക്സിമം റെഡി ക്യാഷ് നോക്കിക്കോളുക. അതെ അതെ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഇന്നോവ ആണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ബ്രോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു BRV ആദ്യം കാണിച്ചില്ല, അതിന്റെ കൂടെ തന്നെ ഇതാ ഒരു BRV കൂടി ഇവിടെ ഉണ്ട്. ഇതിന്റെ മോഡൽ ഇത് 2016 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി VX 16 ഫുൾ ഓപ്ഷൻ അല്ലേ? പെട്രോൾ മാനുവൽ തന്നെ. പെട്രോൾ മാനുവൽ തന്നെ. നിങ്ങൾ ഒരു ഡീസൽ വണ്ടി എനിക്ക് കാണിച്ചു തരുമോ? ഇപ്രാവശ്യം ഒരു ഡീസൽ വണ്ടി കാണിച്ചു തരുമോ? ഡീസൽ വണ്ടി നമ്മളടുത്ത് കുറവാണ് അല്ലേ? നല്ല വണ്ടികൾ കിട്ടുമ്പോൾ അല്ല വേറെ കേസ് ഉണ്ട്, പെട്രോൾ ആണെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ. അതെ അതെ അതെ. പെട്രോൾ ആണ് പേരും ചൂസ് ചെയ്യുന്ന ഫാമിലി വെഹിക്കിൾ. 16 ഫുൾ ഓപ്ഷനിൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 90,000 ഓടിയ വണ്ടിയാണ്. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട്. ഏകദേശം ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാൻ കഴിയും. അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് 590. 590 കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഫുൾ ഓണും ചെയ്യാം അല്ലേ? ആലോചിക്കണം, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് ഇത് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിരുന്നു, അത് മിഡിൽ ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? VX ആണ്, ഫുൾ ഓപ്ഷൻ VX ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും മാക്സിമം റേറ്റ് കുറയാനുള്ള കുറച്ച് റേറ്റ് കൊടുക്കാം. അടിപൊളി. അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലായിട്ട് ഇവിടെ ഒരു പുതിയ സഫാരി കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ സഫാരി ഏതാ മോഡല്? സഫാരി 2021 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 21 ഡീസൽ ഓട്ടോമാറ്റിക്. സന്തോഷമായി, ഒരു ഡീസൽ വണ്ടിയിൽ കണ്ടല്ലോ. അതായത് സഫാരി, ടാറ്റ സഫാരിയുടെ ന്യൂ ഷേപ്പ് വണ്ടി കേട്ടോ. 21 മോഡലാണ്. ഇത് കിലോമീറ്റർ ഒക്കെയോ? ഇത് കിലോമീറ്റർ 55,000 കിലോമീറ്റർ ഓടി ഉണ്ട്. 5 അതെ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് സാധനമാണ്. അതെ. XMA പറഞ്ഞ വേരിയന്റ് വരുന്ന XMA ആണ്. 2 ലിറ്റർ എഞ്ചിനാണ്. 2 ലിറ്റർ എഞ്ചിനോ ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല പവർഫുൾ വണ്ടിയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് അപാകത പറഞ്ഞാൽ ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. തന്റേതല്ലാത്ത കാരണത്താലാണോ? ബമ്പറും ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ചെറിയ ക്ലെയിം ഉണ്ട്. അതിന്റേതായ പ്രൈസ് തന്നെ നമ്മൾ മേജർ ഇടിയാണോ? മേജർ ഇടി അല്ല ഒരിക്കലും. ഈ റേഡിയേറ്റർ സംഭവങ്ങളൊന്നും മാറിയില്ലല്ലോ? ഇല്ല, അങ്ങോട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയ തട്ടുമുട്ടൽ വരുമ്പോൾ മാറും. അങ്ങനെ മാറിയത് റീപ്ലേസ്. എന്തായാലും തന്റേതല്ലാത്ത കാരണത്താൽ മാറി എന്ന് പറയാം. ഓക്കെ, ഇതിപ്പോ പിന്നെ റേറ്റ് എത്ര വരുന്നുണ്ട്? റേറ്റ് ഇത് നമ്മളിപ്പോ ചോദിക്കുന്നത് 1190. 1190? 21 വണ്ടി. അത് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. കിലോമീറ്റർ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഒക്കെ. മെയിൻ ക്ലാസ് മാറിയില്ലല്ലോ? മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല. ബോണറ്റും ബമ്പറും ആണ് അതിൽ മാറിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നത്. വേരിയന്റ് ഏതാ പറഞ്ഞില്ല? XMA പറഞ്ഞ വേരിയന്റ് ആണ്. XMA അതായത് മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക്. ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല. അലവിൽ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ആർക്കെങ്കിലും വേണേ നോക്കിയാൽ 1190 ഫുൾ ലോണും കിട്ടും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സഫാരി വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട. ഉള്ളിൽ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട്, ഒരു 4 വണ്ടികളും കൂടി. അതും കൂടി കാണിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ആദ്യം തന്നെ നല്ല അടിപൊളി ഒരു വോൾവോ കിടപ്പുണ്ടല്ലോ. വോൾവോ ഏതാ മോഡല്? വോൾവോ 2019 മോഡല് XC40 ആണ് വരുന്നത്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. അതെ, അതായത് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ അങ്ങേ അറ്റം സേഫ്റ്റിയും ലുക്കും എല്ലാം ഉള്ള ഒരു വണ്ടി അല്ലേ? ആർ ഡിസൈൻ പറഞ്ഞ വേരിയന്റ്. അത് മാത്രമല്ല കുറച്ച് ഒതുങ്ങിയ ഒരു വണ്ടിയും കൂടിയാണ്. ഒതുങ്ങിയ വണ്ടി അല്ലേ? പിന്നെ കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 75? 75. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് 2590. 2590. അത് പിന്നെ ഇപ്പൊ വലിയ കഥയൊന്നും പറയാനില്ല. പ്രീമിയം ആണല്ലേ? പ്രീമിയം ആണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള. 70 ലക്ഷം റുപ്യ പുതിയൊരു വിലയില്ലേ? 65-70 അടുത്ത് വരുന്നുണ്ട് പുതിയ വണ്ടിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ആർക്കെങ്കിലും വേണേ കോൺടാക്ട് ചെയ്തോ കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും പിന്നെ എന്താ പറയാ വൈറൽ സാധനം ഹൈക്രോസ് കിട്ടാനില്ലാത്ത സാധനമാണ്. എവിടെയെങ്കിലും ഒരെണ്ണം കണ്ടു. അതെ. പിന്നെ ഇത് ഹൈക്രോസ് ഏതാ മോഡല്? ഹൈക്രോസ് 2023-24 രജിസ്ട്രേഷൻ വണ്ടി. കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടി ഉണ്ട്. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് ആണ്. ഒരു 17-18 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. ഹൈബ്രിഡ് അല്ലേ? 20,000 മൈലേജ് കിട്ടും. അതെ, പെട്രോൾ ഹൈബ്രിഡ് ആണ് അല്ലേ? പെട്രോൾ ഹൈബ്രിഡ് ZX ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അടിപൊളി. എല്ലാവിധ ഫീച്ചേഴ്സും അങ്ങനെ അറ്റമുള്ള സാധനം അല്ലേ? അത്യാവശ്യം ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും പറയാനില്ലാത്ത അത്രയും ക്ലെയിം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർ വണ്ടി. ശരി, എന്ത് വിലയുണ്ട് നമുക്ക്? ഇത് നമ്മള് 3590 ആണ്. 35 മാറ്റം വരുത്തി കൊടുക്കും. 40 രൂപ അടുത്തൊക്കെ ഇപ്പൊ വിലയില്ലേ? 40 മുകളിൽ ZX വില വരുന്നുണ്ട്. അതെ, മാത്രമല്ല 1 ഇയറിന് ഇപ്പൊ 6 മാസം ബുക്കിംഗ് കാര്യങ്ങൾ. അതെ. അപ്പൊ ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. രാവിലെ വന്നാൽ വൈകുന്നേരം എടുത്തോണ്ട് പോകാൻ കാശുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോൺ കയറണം. ലോൺ കയറിയാൽ കൊണ്ടുപോകാം. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. ഒരു അപാധയില്ലാത്ത ക്ലീൻ പീസ് വണ്ടി. അടുത്തത് എന്താ പറയാ, വളരെ റയറസ്റ്റ് സാധനമാണ്. സിവിക് ആണ് കേട്ടോ. ഹോണ്ട സിവിക്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് സാധനം അല്ലേ? ലാസ്റ്റ് ആണ് 2019 മോഡൽ. അതെ. അതായത് ഈ ഷേപ്പ് വണ്ടി ഒരുപാടധികം ആൾക്കാർ തപ്പി നടക്കുന്ന ഒരു സാധനം കേട്ടോ. കാരണം ഇത് വല്ലാത്തൊരു സ്പോർട്സ് എഡിഷൻ പോലെ വന്ന സാധനം അല്ലേ? അതെ. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2019 മോഡൽ. 19 മോഡലാണ്. ഇതിന്റെ ഈ ടൈൽ ലൈറ്റ് ഒക്കെയാണ് ഹൈലൈറ്റ് കേട്ടോ. ഇത് പെട്രോൾ അല്ലേ? പെട്രോളാ. IVTEC ZX ആണ്. ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഈ പറഞ്ഞ പോലെ എയർ ബാഗ്, 5-8 എയർ ബാഗ് വരും. ഓട്ടോമാറ്റിക് അല്ലേ ഇത്? ഓട്ടോമാറ്റിക് വണ്ടി. അതെ, ഇത് നിങ്ങൾ ഇതിന്റെ ഉള്ളിലിട്ടിട്ട് പിന്നെ നമ്മൾ ഹൈലൈറ്റ് കാണിക്കണ്ടായിരുന്നു.
ഓക്കെ, ഇത് പിന്നെ കിലോമീറ്ററോ? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുള്ളത്. 1 lakh ഓടിയില്ലേ? ഇപ്പൊ 1 lakhൽ ചെയ്യേണ്ട സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 lakh കിലോമീറ്ററിൽ ഓടിയതുകൊണ്ട് തന്നെ അപാകത ഉണ്ടോ? ഇല്ല, ഒരു അപാകതയില്ല. ഒക്കെ ഷോറൂമിൽ നിന്ന് എല്ലാം ചെക്ക് ചെയ്താ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ആലോചിക്കണം, സൺറൂഫ് ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ്, ഉള്ളിലൊക്കെ ഒരുപാടധികം ഫീച്ചേഴ്സ് വണ്ടിയാ. ഓക്കെ, ZX വേരിയന്റ് ആണ് പറഞ്ഞു. എന്താ വില? ഇത് 12.85. ഇത് ഇറങ്ങുമ്പോൾ ഒരു 25 അങ്ങനെ എന്തോ വില വരുന്നുണ്ടോ? വില ഉണ്ടല്ലോ, 22 അങ്ങനെ എന്താണെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ എന്തായാലും 19 മോഡലാണ്, 12,85,000 നെഗോഷ്യബിൾ ആവില്ലേ? നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോണും കയറുള്ളൂ അല്ലേ? മാക്സിമം ലോൺ കയറും. അടിപൊളി. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു വണ്ടി, ഈ ലാസ്റ്റത്തെ വണ്ടി ഈ എപ്പിസോഡിൽ അല്ലേ? അതെ, ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഇത് അൽക്കസാർ തന്നെയാണ്. അൽക്കസാർ തന്നെ അല്ലേ? മോഡലോ 2022 മോഡൽ. 22 ആണ്. പനോറമിക് സൺറൂഫ് ഉൾപ്പെടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സിഗ്നേച്ചർ ഓപ്ഷനിലെ വണ്ടി. സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ എല്ലാം വരും അല്ലേ? എല്ലാം വരും. നല്ല അടിപൊളി വണ്ടി കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. മോഡൽ ഏതായിരുന്നു? 22 മോഡൽ. 22. കിലോമീറ്റർ 40,000 ഓടിയുണ്ട്. ഡീസലാണ് പെട്രോളോ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ ആകെ 2 വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഇവിടെ ഉള്ളൂ അല്ലേ? കൊള്ളാട്ടോ, നല്ല നീറ്റ് വണ്ടികളാണ് എല്ലാം. ഇത് നമുക്ക് എന്താ വില വരുന്നത്? വില വരുന്നത് നമുക്ക് 17.40 ആണ്. 17.40. 26 ലക്ഷം രൂപയോളം പുതിയ വണ്ടിക്ക് വില വരുന്നതാണ് ഈ ഓപ്ഷനിൽ. 28 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. അതും നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടി അല്ലേ? കിലോമീറ്റർ എത്രയാണ് നമ്മൾ പറഞ്ഞത്? കിലോമീറ്റർ 40,000. 40 ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും മോശമൊന്നുമില്ല, നല്ല അടിപൊളി വണ്ടിയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതെ. അപ്പോൾ ബ്രോ, നമ്പർ ഞാൻ വെക്കുമ്പോ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു കൊടുക്കൂലേ? എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ക്ലിയർ ആയിട്ട് അയച്ചു കൊടുക്കും. അതെ. വണ്ടിയുടെ എല്ലാ ഫോട്ടോ, എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു കൊടുക്കണം. അതെ. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച ഇത്രയും വണ്ടികൾ, ഏത് വണ്ടീൻ്റെ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവിധ സാധനങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാം, ചെറുതും വലുതും എല്ലാം ഉണ്ട്. ചെറിയ ബഡ്ജറ്റിൽ വണ്ടികളും പ്രീമിയം വണ്ടികളെല്ലാം ചെയ്യുന്നതാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നിങ്ങൾ വിളിച്ചു വരുന്നവരോട് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. എല്ലാം ചെയ്ത് കൊടുക്കും. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു അടുത്തൊരു കിടന്ന വീണ്ടും കാണാം അല്ലേ? ഹായ്. ഓക്കെ.